നമസ്കാരം. മല്ലൂസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു രാകേഷ്. ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ തിരുവോണ ദിവസം എല്ലാവരും സദ്യകൾ ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ പ്രാതൽ വളരെ ലളിതമായിട്ടായിരിക്കും തയ്യാറാക്കാറുള്ളത് അല്ലേ. മിക്കപ്പോഴും 11-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സദ്യ റെഡിയാക്കി നമ്മളെല്ലാവരും സദ്യ കഴിക്കുന്ന ആ ഒരു തിരക്കിലേക്ക് പോകും. അപ്പോൾ രാവിലത്തെ പ്രാതൽ വളരെ ലളിതമായിട്ട് കഴിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ആ സദ്യ കഴിക്കാനും പറ്റുള്ളൂ. ഇല്ലേ പിന്നെ ഒരുപാട് താമസിക്കത്തില്ലേ സദ്യ കഴിക്കാനൊക്കെ ആയിട്ട്. ഈ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് പ്രാതലും വളരെ കാര്യമായിട്ടൊന്നും തയ്യാറാക്കാനായിട്ട് വീട്ടിലുള്ളവർക്ക് സാധിക്കാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ ലളിതമായ രീതിയിലാണ് എല്ലാവരും പ്രാതൽ അക്കാലത്ത് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു ലളിതമായ പ്രാതലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് കൊഴക്കട്ട ചമ്മന്തി. പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കുവാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ പോയി എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ അളവുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് മല്ലൂസ് കഫേയിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കൂടാതെ തന്നെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഓരോ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ കൊഴക്കട്ട ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ കൊഴക്കട്ട ചമ്മന്തി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്കിതിന് വേണ്ടുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ജീരകമാണ്. ഞാൻ 1/2 ടീസ്പൂൺ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ഐറ്റംസ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ല, ആ ഒരു പരുവത്തിന് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് നോക്കുക. അതിനുശേഷം ബാക്കിയും കൂടി വെള്ളം ചേർത്ത് ഇടിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്ന പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കണം. അപ്പം വളരെ ശ്രദ്ധിക്കണം, ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പം കൈ നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പതുക്കെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഉപ്പിൻ്റെ പാകം വേണമെങ്കിൽ ഈ ടൈമിലൊന്ന് നോക്കിയേക്കണേ മാവിന്. മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മാവിനകത്തുനിന്ന് കുറച്ച് അല്പം എടുത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് ഈ മാവെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മാവെല്ലാം ഞാൻ നന്നായിട്ട് ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഇതേപോലെ ഒരേ അളവിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വിറകടുപ്പിലാണ് ഇപ്പോൾ പാത്രം വെച്ചിട്ടുള്ളത്. പാത്രത്തിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് പറക്കി വെച്ചതിനെ വേവിച്ചെടുക്കാം. ഉരുളകളെല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവിയിൽ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. നമ്മൾ ഉരുളയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കൊഴക്കട്ട ചമ്മന്തി അല്ലേ. അപ്പോൾ കൊഴക്കട്ട ഓൾറെഡി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തിയുടെ പോർഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനിയും ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു 1/2 മുറി തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കൊച്ചുള്ളി
കൊച്ചുള്ളി ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാണ്ടിമുളകാണിത്. അത് നമുക്കൊരു എരിവിനനുസരിച്ച് മതി. അപ്പോൾ ഒത്തിരി എരിവ് വേണമെങ്കിൽ ഒരു 5-6 എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് പ്രധാനമായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പൊന്ന് ചെറുതായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാണ്ടിമുളക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പാണ്ടിമുളകും നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് നമ്മളൊരു 5 കൊച്ചുള്ളിയാണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതൊരു 2 എണ്ണം എടുത്ത് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ബാക്കി 3 കൊച്ചുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ 2 എണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നമുക്ക് ലാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി കൊച്ചുള്ളിയും കൂടി ഇതിനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല പേസ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കല്ലിൽ അരച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി ചമ്മന്തി എല്ലാം കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയൊക്കെ കൂടെ കല്ലിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലോട്ട് ആക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ കുഴക്കട്ട വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം. അപ്പം ഞാൻ അടപ്പൊന്ന് മാറ്റി നോക്കട്ടെ. നല്ല സൂപ്പറായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഇതൊരു പാത്രത്തിലോട്ട് ഈ കുഴക്കട്ടയൊക്കെ നമുക്ക് പറക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാം ഞാൻ പറക്കി ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടി ഇനി അടുപ്പിലേക്ക് വെക്കാം. വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം എണ്ണ മതിയാവും. അപ്പം നമുക്ക് എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ്. അപ്പോൾ ഞാൻ അതും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ട് കൊടുക്കാം. ചമ്മന്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ പ്രത്യേകം നമ്മൾ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ കൂടെ തന്നെ നിന്നോണം. ഇല്ലെങ്കിൽ ചമ്മന്തി തിളച്ച് പോവും. ചമ്മന്തി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമുക്കത് തിളയ്ക്കാൻ പാടില്ല. ചമ്മന്തി തിളച്ചാൽ പിരിഞ്ഞു പോകുമെന്ന് പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ കൂടെ തന്നെ നിന്ന് ആവശ്യത്തിന് വെള്ളം അതിനകത്ത് ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിനകത്തൊന്നൊന്ന് ആവി വരണം. ആവി വന്ന് കഴിയുമ്പം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഴക്കട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയൊരു ചൂടിൽ തന്നെ ആ കുഴക്കട്ട അതിനകത്തേക്ക് നമ്മൾ ആ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുഴക്കട്ട എല്ലാം അതിലേക്ക് ഇട്ടു. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ആ തിള വരുന്ന ഒരു സമയമാകുമ്പം, തിളച്ച് പോകാൻ പാടില്ല, തിള വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഴക്കട്ട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം.
അപ്പം നമ്മുടെ കൊഴക്കട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ കൂടാതെ ഒരു വളരെ ലഘുവായിട്ടുള്ളൊരു പ്രഭാത ഭക്ഷണം കൂടിയാണ് കൊഴക്കട്ട ചമ്മന്തി. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇത് കൊഴക്കട്ട ചമ്മന്തി റെഡി ആക്കിയിട്ട് ചേമ്പലയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്